വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ഒളിച്ചുകളി തുടർന്ന് കേന്ദ്ര സർക്കാർ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് ഇന്നലെ സംസ്ഥാനത്തിന് കത്ത് നൽകിയ കേന്ദ്രം വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതിനിടെ കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിന് കൈമാറിയ കത്തിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാട് കേന്ദ്രം സ്വീകരിച്ചത്. അതിതീവ്ര ദുരന്തമാണോ എന്നത് തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. മതിയായ ഫണ്ട് കേരളത്തിന് ലഭ്യമാക്കിയെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ ദുരന്തമുണ്ടായി 4 മാസമായിട്ടും തീരുമാനമെടുത്തില്ലല്ലോ എന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറിയും നിലപാടെടുത്തു. തുടർന്ന് അടുത്തയാഴ്ച നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കാട്ടി കേന്ദ്രം കേരളത്തിന് കൈമാറിയ കത്ത് സംസ്ഥാനം ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കൈമാറിയ കത്താണ് ഹാജരാക്കിയത്. പുനരധിവാസത്തിന് കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകില്ലെന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞു. വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ലേ ഇക്കാര്യം പറയുന്നതെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. തുടർന്ന് ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം കേന്ദ്ര നിലപാടിന് സംസ്ഥാനത്ത് പ്രതിഷേധം കനത്തു. കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. കേരളത്തിനോട് ഇങ്ങനെ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാട് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത്? L3 പെടുത്തി ഇതൊരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽ പെടുത്താൻ ഇനി എന്താണ് തടസ്സമായിട്ടുള്ളത്? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കേന്ദ്രം സാധാരണ കാണിക്കുന്നത് പോലെ കേരളത്തിനോടുള്ള അവഗണന എത്ര ശക്തമായി കാണിക്കുകയും ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഇനിയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള നയങ്ങൾ തീരുമാനിക്കുകയും ചെയ്താലും ലോകത്തെ മലയാളികളുടെയും മനുഷ്യസ്നേഹികളുടെയും സഹായത്തോടെ ചൂരൽമലയിൽ അവസാനത്തെ ദുരന്തബാധിതനെയും ചേർത്തു പിടിച്ച് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഒരാശങ്കയും ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. കേന്ദ്ര നിലപാട് ശരിയല്ലെന്നും രാജ്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും KV തോമസ് പറഞ്ഞു. 7000 കോടി ആന്ധ്രയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. എന്തുകൊണ്ട് കേരളത്തോട് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട്? അതിൽ കേരളത്തിലെ BJPക്കാരും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കേരളത്തിൻ്റെ പ്രശ്നമല്ലേ? ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളമില്ലെന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിച്ചു. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ തീർച്ചയായിട്ടും ഉയർത്തും. ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായൊരു വിഷയമാക്കി മാറ്റും. ദുരന്തം വിലയിരുത്താൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ടും സഹായം ലഭിക്കാത്തതിൽ ദുരിതബാധിതരും നിരാശയിലാണ്. ആ പ്രധാനമന്ത്രി ഇവിടെ വന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കേരളത്തിന് എന്തെങ്കിലും കിട്ടും, അതുപോലെ ഞങ്ങളെ പുനരധിവാസം എളുപ്പമാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ വരെ ആ ഒരു പ്രതീക്ഷയായിരുന്നു. ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് ഇത് വാർത്ത കേൾക്കുന്നത്. അത് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. അനീതിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നത്. കേന്ദ്ര സർക്കാർ അത് തിരുത്തിയില്ലെങ്കിൽ അത് ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഇവിടുത്തെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഹെഡിലേക്ക് പോകുന്നതാണ് പറയാനുള്ളത്. ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ മേടിച്ചത്. ആ ലോൺ ഇനി തള്ളിപ്പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇനി എവിടെ നിന്ന് അടയ്ക്കാനും കഴിയില്ല. ഞങ്ങൾക്കൊരു വീടെന്നൊരു സ്വപ്നമായിരുന്നു, അതില്ലാണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.